ജിഷയ്ക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകരുടെ സംഗമം പെരുമ്പാവൂരിൽ നടന്നു. പോലീസിലുള്ള വിശ്വാസം നഷ്ടമായെന്ന് എൽഡിഎഫിന്റെ രാപ്പകൽ സമരത്തോടനുബന്ധിച്ച് നടന്ന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംവിധായകൻ വിനയൻ പറഞ്ഞു. സംഭവം നടന്ന് 12 ദിവസം കഴിഞ്ഞിട്ടും ജിഷയുടെ ഘാതകരെ കണ്ടെത്താൻ കഴിയാത്ത പോലീസിൽ വിശ്വാസം നഷ്ടമായി എന്ന് പറഞ്ഞ സംവിധായകൻ വിനയൻ, തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിയെ പിടികൂടിയില്ലെങ്കിൽ ജനങ്ങൾ ഭരണകൂടത്തിന് തിരിച്ചടി നൽകുമെന്നും കൂട്ടിച്ചേർത്തു. ജിഷയുടെ ഘാതകരെ കണ്ടുപിടിക്കാതെ ഇവർക്ക് പോകാൻ പറ്റില്ല. അത് ഇലക്ഷൻ വരെ തള്ളി നിൽക്കാമെന്ന് വെച്ചാൽ അതിന്റെ ഇരട്ടി ഡാമേജ് ആയിരിക്കും ഈ പറയുന്ന ഭരണാധികാരികൾക്ക് ഉണ്ടാകാൻ പോകുന്നുള്ളൂ. യാതൊരു സംശയവുമില്ല. കേരള ജനത അത് കൊടുത്തിരിക്കും, നോ ഡൗട്ട്. സൗമ്യവധത്തിലെ കുറ്റവാളി ഗോവിന്ദസ്വാമിയെ തീറ്റിപ്പോറ്റുന്നത് പോലുള്ള നടപടികൾ അവസാനിപ്പിക്കണമെന്നും തലമുറകൾക്ക് മാതൃകയാക്കാവുന്ന ശിക്ഷാ നടപടികളാണ് കുറ്റവാളികൾക്കെതിരെ ഉണ്ടാകേണ്ടത് എന്നും നടി ഹണി റോസ് അഭിപ്രായപ്പെട്ടു. ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ക്രിമിനൽ, അദ്ദേഹത്തിനെ പിടികൂടിയ സമയത്തുള്ള അദ്ദേഹത്തിന്റെ രൂപം നമുക്കറിയാം. മെലിഞ്ഞുണങ്ങി പിടിപെട്ടു എന്നുള്ള ഒരു പേടി അയാളുടെ മുഖത്തുണ്ട്. അത് കഴിഞ്ഞ് കുറെ നാൾ ജയിലിൽ കഴിഞ്ഞിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് ഫോട്ടോസും കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം വളരെ സിനിമാ നടനേക്കാളും സുന്ദരനായിട്ട് കൊഴുത്ത് തടിച്ച്, അതേപോലെ തന്നെ അയാളുടെ മുഖത്തൊരു ചിരിയുണ്ട്. ആ ചിരി എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയതാണ്. നമ്മള് ഓരോ മനുഷ്യരുടെ നേരെയുള്ള ഒരു വെല്ലുവിളിയാണ്. കാരണം കണ്ടോ, ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇത്ര സൂക്ഷിച്ച് ജീവിക്കാം. മേ ബി അയാൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഞാൻ ചെയ്ത് നന്നായി പോയി, അതുകൊണ്ട് എനിക്ക് ഇത്ര സുഖമായിട്ടുള്ള ജീവിതം എനിക്ക് അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളത്. സോ അതേപോലെ ആവരുത് ജിഷയുടെ പ്രതി. ജിഷയ്ക്കും കുടുംബത്തിനും നീതി ലഭ്യമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് നടന്ന സാംസ്കാരിക സംഗമത്തിൽ ജാഫർ ഇടുക്കി, മമ്മി സെഞ്ചുറി, സേവ്യർ പുൽപ്പാട്ട്, ബിന്ദു രാമകൃഷ്ണൻ, NC മോഹനൻ, MI ബീരാസ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. സംഗമത്തിൽ ബിൻസി വിഷു അടക്കമുള്ളവർ ഗാനങ്ങൾ ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.